ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ വലിയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ടോപ്പ് ടയർ ലീഗ് ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടും ഇപ്പോഴും ടൂർണമെന്റിന്റെ കാര്യത്തിൽ ധാരണയിലെത്താൻ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. പല ചർച്ചകൾ നടത്തിയെങ്കിലും ടൂർണമെന്റ് നടത്താൻ പുതിയ കരാറുകാരെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിയുടെ കാരണം. ഇപ്പോൾ ISL നടത്തുന്നതിന് വേണ്ടി ഫെഡറേഷൻ മുന്നോട്ട് വെച്ച പുതിയ പ്ലാൻ അംഗീകരിക്കാൻ ക്ലബ്ബുകൾ തയ്യാറാകാതെ വന്നതോടെ പ്രതിസന്ധി കൂടുതൽ വഷളായി എന്ന് വേണം പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം വിഷയം കോടതിയിലെത്തിയപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ISLന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവർക്ക് 2 ആഴ്ച സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ISL ക്ലബ്ബുകളും ഫെഡറേഷനും പൊട്ടൻഷ്യൽ ബിഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ISL വൈകുന്നത് മൂലം ISLലെ താരങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാതിരിക്കാൻ ഗവൺമെന്റിനെ വിഷയം ധരിപ്പിച്ചതായും ഗവൺമെന്റ് ISL നടത്തുന്നത് ഉറപ്പുവരുത്താനും ISLലെ താരങ്ങൾക്ക് ISL വൈകുന്നത് മൂലം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത നിർദ്ദേശം നൽകിയതായി ETV ഭാരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ISLന്റെ നടത്തിപ്പ് വൈകുന്നത് മൂലം പ്രതിസന്ധിയിലാണ് എങ്കിലും ISL താരങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വാർത്ത.